സോഷ്യൽ മീഡിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് സോഷ്യൽ മീഡിയ വഴിയിട്ട് എൻ്റെ മോൾ പ്രശസ്തയാകുന്നതിൽ എനിക്ക് ഒരു താല്പര്യവുമില്ല എന്ന് നോറയുടെ അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാണ്. സോഷ്യൽ മീഡിയ വഴിയാണ് എൻ്റെ മകൾ പ്രശസ്തയായത്. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം ഇങ്ങനെയായിരുന്നില്ല. സിവിൽ സർവീസ് ഇവൾ നേടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാൻ അതുകൊണ്ട് തന്നെ മക്കൾക്കൊരു ഫോൺ പോലും മേടിച്ചു കൊടുത്തിരുന്നില്ല. പക്ഷേ ഇവളും ഉമ്മയും എന്നെ ചേർന്ന് പറ്റിച്ചു. ഇവൾ ഇങ്ങനെ ആയി പോകാൻ കാരണം ഇവളുടെ ഉമ്മയാണ്. ഇങ്ങനെയാണ് നോറയുടെ വാപ്പ പറഞ്ഞത്. ഞാനൊരു പ്രവാസിയാണ്. ഞാൻ പുറത്തായതുകൊണ്ട് തന്നെ ഞാൻ മൊബൈൽ ഫോണൊന്നും ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. എന്നാൽ മകൾക്ക് മേടിച്ചു കൊടുത്തില്ല. ഞാൻ അറിയാതെ മേടിച്ചു കൊടുത്തത് അവളുടെ ഉമ്മയാണ്. ഉമ്മ കാരണമാണ് ഇപ്പം മോള് സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ പ്രശസ്തയായത്. ഒരു സിവിൽ സർവീസ് നേടി എൻ്റെ മകൾ പ്രശസ്തിയായിരുന്നെങ്കിൽ ഞാൻ ഏറെ അഭിമാനിച്ചേനെ എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് നോറ കരയുന്നുണ്ട്. ബാക്കി മത്സരാർത്ഥികൾ പറയുന്നുണ്ട് നോറ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഏറ്റവും ആദ്യം ചെയ്യാൻ പോണത് അത് തന്നെയാണ്. സിവിൽ സർവീസിൻ്റെ കോച്ചിങ്ങിന് പോകാൻ വേണ്ടിയിട്ടും പരീക്ഷ എഴുതാനുമാണ് നോറ ശ്രമിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വാപ്പ പറയുന്നുണ്ട് അത് നേടിത്തരട്ടെ, അത് നേടിത്തരുമ്പോൾ ഞാൻ ഇവളെ അംഗീകരിക്കാം. നോറ ഉണ്ടാക്കിയ വീട്ടിൽ ഇതുവരെയും വാപ്പ കയറിയിട്ടില്ല. അതിനും വാപ്പ പറയുന്നുണ്ട് അവൾ ഉണ്ടാക്കിയ വീട്ടിൽ ഞാൻ കയറാത്തത് അത് സോഷ്യൽ മീഡിയ വഴി നേടിയ പണം കൊണ്ടാണ് അവൾ നിർമ്മിച്ചത്. പക്ഷേ അങ്ങനെ ഒരു ഇത് ഞാൻ ആഗ്രഹിക്കുന്നേ ഇല്ല. ഈ സോഷ്യൽ മീഡിയ വഴി പ്രശസ്തയാകുന്നതൊന്നും നിലനിൽപ്പുള്ള ഒരു കാര്യമല്ല. ഈ വിദ്യാഭ്യാസമാണ് വേണ്ടത്. ഇവൾ നന്നായിട്ട് പഠിക്കുമായിരുന്നു. സിവിൽ സർവീസ് പരീക്ഷ പാസ്സായി അവൾ അതുവഴി ഒരു നല്ലൊരു നിലയിൽ എത്തിക്കഴിയുമ്പോൾ അങ്ങനെ നോറയുടെ അച്ഛനായിട്ട് ഞാൻ അറിയപ്പെടട്ടെ. ഇതൊരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവൾ പല തവണ എന്നെ പറഞ്ഞു പറ്റിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതിന് പോകുന്നു, ഈ കോച്ചിങ്ങിന് പോകുന്നു, അങ്ങനെ എന്നെ ബ്ലാക്ക് മെയിലൊക്കെ ചെയ്ത് അവൾ കാര്യങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കണം. സോഷ്യൽ മീഡിയ നല്ലതാണ്, പക്ഷെ അതിന് ഒരുപാട് ചീത്ത വശങ്ങളുമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് മത്സരാർത്ഥികൾ. അപ്പോഴും വാപ്പയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് സാരമില്ല അവൾ നേടും, സിവിൽ സർവീസ് അവൾ നേടും എന്നൊക്കെ പറയുന്നുണ്ട്. നോറ കരയുന്നുണ്ട്. നോറ പേരൊക്കെ മാറ്റിയിട്ടാണ് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുടങ്ങിയതെന്നും അപ്പം വേറെ ആളുകൾ പറഞ്ഞാണ് അറിഞ്ഞതെന്നും ഒക്കെ ഉമ്മ പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടറുടെ അടുത്ത് വരെ കൊണ്ടുപോയിട്ടുണ്ട് ഇവളിങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടെന്നൊക്കെ ഉമ്മ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ് നോറയുടെ എന്ന്. അപ്പോൾ ലൈവ് കണ്ടവരൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഫ്രം വർഷ വിയോ.